ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ HSA മാത്തമാറ്റിക്സിൽ 6th മൊഡ്യൂളിലെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു തിയറി പോർഷനാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് തിയറി ഭാഗങ്ങൾ നോക്കാം. അതിൻ്റെ ഡെഫിനിഷനും അത് ഡിറൈവ് ചെയ്തിട്ടുള്ള ലാംഗ്വേജുകൾ, അതേപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസുകൾ, ഓക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇനി ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനും വേണം നമ്മൾ ഉത്തരം എഴുതുക, അല്ലേ? അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് തിയറി കാര്യങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ആദ്യം സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മൾ മലയാളത്തിൽ പറയുക സാംഖ്യകം എന്നാണ്. ചിലപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ ഉണ്ടാവും, ഇല്ലെങ്കിൽ സാംഖ്യകം എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണെന്നുള്ളത് ഓർത്തോളുക, ഓക്കെ. അപ്പോൾ ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് സ്റ്റാറ്റസ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ള ഓരോ ലാംഗ്വേജുകളും അതിൻ്റെ വേർഡുകളാണ്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡായ സ്റ്റാറ്റസ് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇറ്റാലിയൻ വേർഡായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റ എന്ന് പറയുന്നതിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ജർമ്മൻ വേർഡായ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഫ്രഞ്ച് വേർഡായ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്ന വേർഡിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം ഒരു മീനിങ്ങിലോട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അഥവാ പൊളിറ്റിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു മീനിങ്ങിലോട്ടാണ് ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത്, ഓക്കെ. അപ്പോൾ ഈ വേർഡുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ലാറ്റിൻ വേർഡായ സ്റ്റാറ്റസ്, ഇറ്റാലിയൻ വേർഡായ സ്റ്റാറ്റിസ്റ്റ, ജർമ്മൻ വേർഡായ സ്റ്റാറ്റിസ്റ്റിക്, ഫ്രഞ്ച് വേർഡായ സ്റ്റാറ്റിസ്റ്റിക്, ഓക്കെ. ദെൻ സർ റൊണാൾഡ് ഐമർ ഫിഷർ, RA ഫിഷർ എന്ന് പറയും, ഇസ് വൈഡ്ലി കൺസിഡർഡ് ദ ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഹൂ ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ RA ഫിഷർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അല്ലെങ്കിലോ സർ റൊണാൾഡ് ഐമർ ഫിഷർ എന്ന് കാണാം. RA അതിനെ റൊണാൾഡ് ഐമറിനെ ചുരുക്കിയിട്ടാണ് RA എന്നാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ്, ഓക്കെ. ഇനി അടുത്തത് ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രശാന്ത് ചന്ദ്ര മഹൽനോബിസ്, PC മഹൽനോബിസ് എന്നും പറയും, ഓക്കെ. ഇത് രണ്ടും ഓർത്തിരിക്കുക. ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് RA ഫിഷറും PC മഹലനോബിസ് എന്നറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സും ആണ്, ഓക്കെ. അപ്പോൾ ആരാണ് ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും ചിലപ്പോൾ RA ഫിഷർ എന്ന് കാണും. ഓർത്തോളൂ, RA ഫിഷർ എന്ന് പറയുന്നത് ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആൻഡ് ദാറ്റ് ഈസ് PC മഹലനോബിസ്. ഇനി നമുക്ക് ചില നിർവചനങ്ങൾ, ചിലപ്പോൾ ഒരു നിർവചനം തന്നിട്ട് ഇത് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ആര് ഡിഫൈൻ ചെയ്തതാണ്, അല്ലെങ്കിൽ ഈ ഡെഫിനിഷൻ ആരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ക്രോക്സ്റ്റൺ ആൻഡ് കൗഡൻ ഡിഫൈൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എസ് ദ സയൻസ് ഓഫ് കളക്ഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. ഇതൊരു ഇംഗ്ലീഷാണ്, നമുക്ക് വേണ്ടത് അതിൻ്റെ മലയാളമാണ്. സംഖ്യാപരമായ ഡാറ്റകളുടെ ശേഖരണവും അവതരണവും വ്യാഖ്യാനവുമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സാംഖ്യകം എന്ന് പറയുന്നത്. ഇതാര് പറഞ്ഞതാണ്? ക്രോക്സ്റ്റൺ ആൻഡ് കൗഡൻ പറഞ്ഞതാണ്, ഓക്കെ. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? ഒരു സംഖ്യാപരമായ ഡാറ്റകളുടെ ശേഖരണം, അവതരണം, വ്യാഖ്യാനം. ഇതാര് പറഞ്ഞാണ്? ക്രോക്സ്റ്റൺ എന്ന് പറഞ്ഞാണ് കേട്ടോ. ക്രോക്സ്റ്റൺ ആൻഡ് കൗഡൻ, ഓക്കെ. സംഖ്യാപരമായ ഡാറ്റകളുടെ ശേഖരണം, അവതരണം, വ്യാഖ്യാനം. ശേഖരണം, അവതരണം, വ്യാഖ്യാനം, ക്രോക്സ്റ്റൺ ആൻഡ് കൗഡൻ, ഓക്കെ. ചില ഷോർട്ട് കട്ട് മെത്തേഡുകളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളതൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അത്തരത്തിലുള്ള ഷോർട്ട് കട്ടുകളൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളിലും പറയുക, ഓക്കെ. ക്രോക്സ്റ്റൺ ആൻഡ് കൗഡൻ ഡിഫൈൻ ചെയ്തു: ശേഖരണം, അവതരണം, വ്യാഖ്യാനം. ക്ലിയർ? രണ്ടാമത്തത്, അക്കോർഡിംഗ് ടു കോർണർ, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ മെഷർമെൻറ്റ്, enumerations or estimate of natural or social phenomena systematically arranged to exhibit their inner relation. സാമൂഹികമോ പ്രകൃതി സഹജമോ ആയ പ്രതിഭാസങ്ങളുടെ പരസ്പര ബന്ധങ്ങളെ പ്രദർശിപ്പിക്കുന്നതിന് ചിട്ടയായി ക്രമീകരിച്ച അളവുകളാണ് കോർണർ പറഞ്ഞത്. ചിട്ടയായ അളവുകൾ, ചിട്ടയായി ക്രമീകരിച്ച അളവുകൾ, ഓക്കെ. സാമൂഹികമോ പ്രകൃതി സഹജമോ ആയ പ്രതിഭാസങ്ങളുടെ പരസ്പര ബന്ധങ്ങളെ പ്രദർശിപ്പിക്കുന്നതിന് ചിട്ടയായി ക്രമീകരിച്ച അളവുകളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് കോർണർ പറഞ്ഞത്, ഓക്കെ. ഡെഫിനിഷൻ എഴുതി വെക്കുക, അതിനെ പഠിച്ചു വെക്കുക കേട്ടോ, ആരൊക്കെ ഏതൊക്കെ പറഞ്ഞതാണെന്നുള്ളത്. ഇനി അടുത്തത് വരുന്നത് മൂന്നാമത്തത്, ദ സയൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എസെൻഷ്യലി എ ബ്രാഞ്ച് ഓഫ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആൻഡ് ക്യാൻ ബി അറേഞ്ച്ഡ് ആസ് എ മാത്തമാറ്റിക്സ് അപ്ലൈഡ് ടു ഒബ്സർവേഷണൽ ഡാറ്റ.
നമ്മളുടെ മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫാദറായ R.A. ഫിഷറിൻ്റെ ഡെഫിനിഷനാണ്. പ്രായോഗിക ഗണിതശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയും നിരീക്ഷണ ഡാറ്റയുടെ ഗണിത വിശകലനവുമായി കണക്കാക്കാം. R.A. ഫിഷർ പറഞ്ഞതാണ് പ്രായോഗിക ഗണിതശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയും നിരീക്ഷണ ഡാറ്റയുടെ ഗണിത വിശകലനവുമായി കണക്കാക്കാം. അതാണ് R.A. ഫിഷർ സ്റ്റാറ്റിസ്റ്റിക്സിന് കൊടുത്ത നിർവചനം. R.A. ഫിഷറിൻ്റെ ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ ഡെഫിനേഷൻ തന്നിട്ട് ആര് പറഞ്ഞാന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഓപ്ഷൻസുകൾ തരാം. ക്രോക്സൺ ആൻഡ് കൗഡൻ, അതേപോലെ തന്നെ കോർണർ, പിന്നെ R.A. ഫിഷർ, പിന്നെ PC മഹൽനോബിസ്. ഈ 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഓരോരുത്തർ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞത് എന്താണെന്നുള്ളത് ചോദിക്കാം. ഓക്കെ, ഒരു ഡെഫിനിഷൻ തന്നിട്ട് ആര് പറഞ്ഞാന്ന് പറഞ്ഞാൽ ഈ 4 പേരുടെ പേരുകൾ വേണമെന്നുണ്ടെങ്കിൽ തരാം. അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. R.A. ഫിഷർ പറഞ്ഞ എന്താ? പ്രായോഗിക ഗണിതശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയും നിരീക്ഷണ ഡാറ്റയുടെ ഗണിത വിശകലനവുമായി കണക്കാക്കാമെന്നാണ് R.A. ഫിഷർ പറഞ്ഞത്. അടുത്ത്, സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് അഗ്രിഗേറ്റ് ഓഫ് ഫാക്ട് അഫക്റ്റഡ് ടു മാർക്ക്ഡ് എക്സ്റ്റെൻഡ് ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ് numerically expressed, enumerated or estimated according to reasonable standard of accuracy collected in a systematic manner for a predetermined purpose and placed in a relation to each other. ഹൊറേസ് സേക്രിസ്റ്റ്. വലിയൊരു ഡെഫിനിഷനാണ് അതല്ലേ. അത് കാണുമ്പോൾ തന്നെ ഇയാളെ പേര് ഓർത്തോളാം. ഹൊറേസ് സേക്രട്ട്. വ്യത്യസ്ത ഘടകങ്ങൾ സ്വാധീനിക്കപ്പെട്ട മുൻകൂട്ടി നിശ്ചയിച്ച ഉദ്ദേശത്തിനായി വ്യവസ്ഥാപിത രീതിയിൽ ശേഖരിച്ച കണക്കെടുപ്പിലൂടെയോ കണക്കുകൂട്ടലിലൂടെയോ അളന്നു തിട്ടപ്പെടുത്തിയ ഒരു പരിധിവരെ കൃത്യത പുലർത്തുന്ന പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം വസ്തുക്കളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സാംഖ്യകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഈ 4 ഡെഫിനിഷനുകളൊന്ന് ഓർത്തിരിക്കുക. ആരാണ് പറഞ്ഞത് എന്നും ഓർത്തിരിക്കുക. ഇനി സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കാം. മെയിനായിട്ട് വരുന്ന ചില സവിശേഷതകൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മോഡലൊക്കെ വരാം. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നത് വസ്തുതകളുടെ കൂട്ടമാണ്. ഒരു കൂട്ടം വസ്തുതകളുടെ, നമ്മളൊരു വസ്തുക്കളെ സ്റ്റാറ്റിസ്റ്റിക്സിന് നമ്മൾ തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്നത് വസ്തുതകളുടെ കൂട്ടമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് പല ഘടകങ്ങൾ സ്വാധീനിക്കപ്പെടുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പല ഘടകങ്ങൾ വെച്ച് നമ്മളൊരു സർവേ ഒക്കെ നടത്തിയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നത് അല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പരിധി വരെ കൃത്യതയുള്ളതാണ്. കാരണം നമ്മൾ കംപ്ലീറ്റ് നമുക്ക് കിട്ടിയ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് പുറമേയും ഡാറ്റകൾ ഉണ്ടാവാം അല്ലേ. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ചിട്ടയോടെ ശേഖരിക്കപ്പെടണം. നമുക്ക് ആവശ്യമായ ഡാറ്റകളാണ് നമ്മൾ ശേഖരിക്കേണ്ടത്. നമ്മളൊരു സെൻസസിന് പോകുമ്പോൾ ആ സെൻസസിന് നമുക്ക് എന്താണോ ആവശ്യമായത് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളെ നമ്മൾ ചോദിക്കുക. അതാ പറയുന്നത് ചിട്ടയോടെ ശേഖരിക്കപ്പെടണം. സ്റ്റാറ്റിസ്റ്റിക്സ് പരസ്പര ബന്ധത്തോടെ ക്രമീകരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ 5 സവിശേഷതകളൊന്നും ഓർത്തിരിക്കുക. എന്നത് വസ്തുതകളുടെ കൂട്ടമാണ്, പല ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നതാണ്, ഒരു പരിധിവരെ കൃത്യതയുള്ളതാണ്, വളരെ ചിട്ടയോടെ ശേഖരിക്കപ്പെടണം, പരസ്പര ബന്ധത്തോടെ ക്രമീകരിക്കേണ്ടതാണ്. ഇനി ഫങ്ഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സങ്കീർണത ലഘൂകരിക്കുന്നു, വസ്തുതകളെ കൃത്യമായും സംഗ്രഹീത രൂപത്തിലും അവതരിപ്പിക്കുന്നു, താരതമ്യം സാധ്യമാക്കുന്നു, മാനുഷിക അറിവും അനുഭവവും വികസിപ്പിക്കുന്നു, നയരൂപീകരണത്തിനും അനുമാനങ്ങളുടെ പരിശോധനയ്ക്കും ഭാവി കാര്യങ്ങളുടെ പ്രവചനത്തിനും സഹായിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷൻസ് ആണ് ഇതൊക്കെ, ധർമ്മങ്ങളാണ്. അപ്പോൾ ധർമ്മങ്ങളും സവിശേഷതകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോരുത് കേട്ടോ. സങ്കീർണത ലഘൂകരിക്കുന്നു, വസ്തുക്കളെ കൃത്യമായും സംഗ്രഹീത രൂപത്തിലും അവതരിപ്പിക്കുന്നു, താരതമ്യം സാധ്യമാക്കുന്നു, മാനുഷിക അറിവും അനുഭവവും വികസിപ്പിക്കുന്നു, നയരൂപീകരണത്തിനും അനുമാനങ്ങളുടെ പരിശോധനയ്ക്കും ഭാവി കാര്യങ്ങളുടെ പ്രവചനത്തിനും സഹായിക്കുന്നു. സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, വ്യാപ്തിയും പ്രാധാന്യവും. സ്റ്റാറ്റിസ്റ്റിക്സും ആസൂത്രണവും, സ്റ്റാറ്റിസ്റ്റിക്സും സാമ്പത്തിക ശാസ്ത്രവും, സ്റ്റാറ്റിസ്റ്റിക്സും വ്യവസായവും, സ്റ്റാറ്റിസ്റ്റിക്സും ഗണിതശാസ്ത്രവും, സ്റ്റാറ്റിസ്റ്റിക്സും ആരോഗ്യം. ഇതിനൊക്കെ ഓരോ പോയിന്റാണ് ഇതിലുള്ളത്. ഇത് രണ്ടും കമ്പയർ ആണ് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സും ആരോഗ്യശാസ്ത്രവും, സ്റ്റാറ്റിസ്റ്റിക്സും മനഃശാസ്ത്രവും വിദ്യാഭ്യാസവും, സ്റ്റാറ്റിസ്റ്റിക്സും നേതൃത്വ പഠനവും. ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലേ. ആസൂത്രണം എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്ലാനിങ്, ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ്. സാമ്പത്തിക ശാസ്ത്രം, കൊമേഴ്ഷ്യൽ അല്ലേ, സാമ്പത്തികമായിട്ട് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അല്ലേ. വ്യവസായം, ബിസിനസ്സുമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. ഗണിതശാസ്ത്രം തീർച്ചയായും. ആരോഗ്യശാസ്ത്രം ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അല്ലേ. മനഃശാസ്ത്രവും വിദ്യാഭ്യാസവുമായിട്ട് വരുന്നുണ്ട്. നേതൃത്വ പഠനം.
ഓക്കെ, ഇതാണ് വ്യാപ്തിയും സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആസൂത്രണം, സാമ്പത്തിക ശാസ്ത്രം, വ്യവസായം, ഗണിതശാസ്ത്രം, ആരോഗ്യശാസ്ത്രം, മനഃശാസ്ത്രവും വിദ്യാഭ്യാസവും, നേതൃത്വ പഠനം. ഇതൊക്കെ നമ്മളൊന്ന് ഓർത്തിരിക്കട്ടെ, ഓരോ പോയിന്റുകളൊന്ന് ഓർത്തിരിക്കുക. ദെൻ അപ്ലൈഡ് ഏരിയ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, സാങ്കേതികത്തിന്റെ പ്രായോഗിക തലങ്ങൾ. ആക്ച്വറിയൽ സയൻസ്, ആക്ച്വറിയൽ ശാസ്ത്രം, ഇത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കട്ടോ. ഇൻഷുറൻസ് മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഉണ്ടാകുന്ന, എവിടെയൊക്കെയാണ് ആക്ച്വറിയൽ ശാസ്ത്രം ഉപയോഗിക്കുന്നത്? ഇൻഷുറൻസ് മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഉണ്ടാകുന്ന നഷ്ടസാധ്യതകളെ അളക്കുന്നതിന് ഗണിതശാസ്ത്രം സാഖ്യവും ഉപയോഗിച്ചുള്ള പഠന മേഖലയാണ് ആക്ച്വറിയൽ ശാസ്ത്രം. ഈ മേഖലയിലെ വിദഗ്ധരെ ആക്ച്വറികൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ എവിടെയാണ് ആക്ച്വറിയൽ ശാസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത്? ഇൻഷുറൻസ് മേഖലയിലും സാമ്പത്തിക മേഖലയിലുമാണ് നമ്മൾ ഈ ആക്ച്വറിയൽ ശാസ്ത്രം ഉപയോഗിക്കുന്നത്. എവിടേക്കാ? ഇൻഷുറൻസ് മേഖലയിലും സാമ്പത്തിക മേഖലയിലുമാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന നഷ്ടസാധ്യതകളെ അളക്കുന്നതിനാണ് നമ്മൾ ഈ ആക്ച്വറിയൽ ശാസ്ത്രം ഉപയോഗിക്കുന്നത്. ഈ ആക്ച്വറിയൽ മേഖലയിലെ വിദഗ്ധരെ നമ്മൾ പറയുന്നത് ആക്ച്വറികൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആക്ച്വറിയൽ ശാസ്ത്രം ഇൻഷുറൻസ് മേഖലയിലും സാമ്പത്തിക മേഖലയിലും. രണ്ടാമത് ജൈവസാംഖ്യികം, ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. ജൈവസാംഖ്യികം അഥവാ ബയോമെട്രിക്സ് എന്നും അറിയപ്പെടുന്നു. ജൈവസാംഖ്യികത്തിന് പറയപ്പെടുന്ന പേരെന്തൊക്കെയാണ്? ബയോമെട്രിക്സ് എന്നും അറിയപ്പെടുന്നു. ജീവശാസ്ത്രത്തിലെ വിവിധ മേഖലകളിലുള്ള സാംഖ്യികത്തിന്റെ പ്രയോഗമാണ് ഔഷധം, കൃഷി, മത്സ്യകൃഷി എന്നീ മേഖലകളിൽ ഉപയോഗിക്കുന്നു. ഔഷധങ്ങളെയും ആരോഗ്യത്തെയും പ്രത്യേകം പ്രതിപാദിക്കുന്ന ശാഖ ആരോഗ്യ ജൈവ സാംഖ്യികം, മെഡിക്കൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്നറിയപ്പെടുന്നു. മെഡിക്കൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. എന്താണ് മെഡിക്കൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ്? ഔഷധങ്ങളെയും ആരോഗ്യത്തെയും പ്രത്യേകം പ്രതിപാദിക്കുന്ന ശാഖ. ഔഷധങ്ങളെയും ആരോഗ്യത്തെയും പ്രത്യേകം പ്രതിപാദിക്കുന്ന ശാഖയാണ് എന്ത്? മെഡിക്കൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഔഷധം, കൃഷി, മത്സ്യകൃഷി. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒന്ന് വരുന്നത് കാർഷിക സാംഖ്യികം, അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ജൈവികവും കാർഷികവുമായ ഡാറ്റയിൽ അടങ്ങിയിരിക്കുന്ന വൈവിധ്യം മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും സാംഖ്യികം ആവശ്യമാണ്. കാർഷികോൽപാദനം, മാർഗസംരക്ഷണം, കാർഷിക രംഗത്തെ യന്ത്രവൽക്കരണം, കാർഷിക സാമ്പത്തിക ശാസ്ത്രം, ജലസേചനം, ഇതിനൊക്കെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, കാർഷികോൽപാദനം, മാർഗസംരക്ഷണം, മാർഗം എന്നാണ് ഞാൻ പറയുന്നത് അല്ലേ, മൃഗസംരക്ഷണം എന്നാണ് കേട്ടോ. മൃഗ എന്നങ്ങനെ എഴുതാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. മൃഗസംരക്ഷണം എന്നാണ് കേട്ടോ, മാർഗസംരക്ഷണം. ഞാൻ എന്താണ് ഈ മാർഗസംരക്ഷണം എന്ന് ഓർക്കായിരുന്നു. മൃഗസംരക്ഷണം. ഓക്കെ, കാർഷിക രംഗത്തെ യന്ത്രവൽക്കരണം, മൃഗസംരക്ഷണം കേട്ടോ, വായിച്ചപ്പോൾ മാറിപ്പോയതാണ്, പോട്ടെ. ഓക്കെ, കാർഷിക രംഗത്തെ യന്ത്രവൽക്കരണം, കാർഷിക സാമ്പത്തിക ശാസ്ത്രം, ജലസേചനം, ഇതിനൊക്കെയാണ് നമ്മൾ കാർഷിക സാംഖ്യികം ഉപയോഗിക്കുന്നത്. ഇനി ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഔദ്യോഗിക സാംഖ്യം. സർക്കാർ ഏജൻസികൾ, പൊതുസ്ഥാപനങ്ങൾ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ എന്നിവ പ്രസിദ്ധീകരിച്ച സാംഖ്യികമാണ് ഔദ്യോഗിക സാംഖ്യികം. എങ്ങനെയാ? സർക്കാർ ഏജൻസികൾ, പൊതുസ്ഥാപനങ്ങൾ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ എന്നിവ പ്രസിദ്ധീകരിച്ച സാംഖ്യികമാണ് ഔദ്യോഗിക സാംഖ്യം. പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന സാമ്പത്തികവും സാമൂഹികവുമായ വികസനം സംബന്ധിച്ച വിവരങ്ങൾ നൽകുക വഴി സർക്കാരിൻ്റെ നയങ്ങളുടെ പ്രയോജനം വിലയിരുത്താൻ ഔദ്യോഗിക സാംഖ്യികം അവസരമൊരുക്കുന്നു. പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന സാമ്പത്തികവും സാമൂഹികവുമായ വികസനം സംബന്ധിച്ച വിവരങ്ങൾ നൽകുക വഴി സർക്കാരിൻ്റെ നയങ്ങളുടെ പ്രയോജനം വിലയിരുത്താൻ ഔദ്യോഗിക സാംഖ്യികം അവസരമൊരുക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റാറ്റിസ്റ്റിക്സും ഏതൊക്കെ മേഖലകളിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊന്ന് ഓർത്തിരിക്കട്ടോ. ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, ആക്ച്വറിയൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇപ്പോൾ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, MOSPI, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, സാംഖ്യിക പദ്ധതി നിർവഹണ മന്ത്രാലയം എന്ന് പറയും. ഓക്കെ, MOSPI. ഈ MOSPI നിലവിൽ വന്നത് 1999 എന്നാണ്. 1999 നിലവിൽ വന്നു. സാംഖ്യിക വിഭാഗവും പദ്ധതി നിർവഹണ വിഭാഗവും ലയിച്ചതിന് ശേഷം ഒരു സ്വതന്ത്ര മന്ത്രാലയമായ സാംഖ്യിക പദ്ധതി നിർവഹണ മന്ത്രാലയം.
ഓക്കെ, ഇത് രണ്ടാണ് കേട്ടോ. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സും മിനിസ്ട്രി ഓഫ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ്. അതാണ് ഇവിടെ പറയുന്നത്. സാംഖ്യിക വിഭാഗവും പദ്ധതി നിർവഹണ വിഭാഗവും ലയിച്ചതിന് ശേഷം ഒരു സ്വതന്ത്ര മന്ത്രാലയമായി സാംഖ്യിക പദ്ധതി നിർവഹണ മന്ത്രാലയം. ഇത് രണ്ടും ലയിച്ചതിന് ശേഷം അതൊരു സ്വതന്ത്ര മന്ത്രാലയമായിട്ടാണ് വർത്തിക്കുന്നത്. ഈ മന്ത്രാലയത്തിന് 2 വിഭാഗങ്ങളാണുള്ളത്, സാംഖ്യികവും പദ്ധതി നിർവഹണവും. കേട്ടോ, സാംഖ്യികം സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന്, പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ വേറൊന്നും. സാംഖ്യിക വിഭാഗത്തിൽ പെടുന്നതാണ് ദേശീയ സാംഖ്യിക കാര്യാലയം, NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർഗനൈസേഷൻ. അതിന് 2 വിഭാഗം, കേന്ദ്ര സാംഖ്യിക കാര്യാലയവും ദേശീയ സാമ്പിൾ സർവേ കാര്യാലയവും എന്നിവ ഉൾക്കൊള്ളുന്നു. ഓക്കെ, സാംഖ്യിക വിഭാഗം ദേശീയ സാംഖ്യിക കാര്യാലയം, NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർഗനൈസേഷൻ. 2 വിഭാഗമാണ്, കേന്ദ്ര സാംഖ്യിക കാര്യാലയവും ദേശീയ സാമ്പിൾ സർവേ കാര്യാലയവും. ഇനി കേന്ദ്ര സാംഖ്യിക കാര്യാലയം, CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. NSOയുടെ 2 വിഭാഗങ്ങളിൽ ഒന്നാണ് CSO. രാജ്യത്തെ സാംഖ്യിക പ്രവർത്തനങ്ങളുടെ ഏകോപനമാണ് മുഖ്യ ചുമതല. ഡയറക്ടർ ജനറൽ പ്ലസ് 5 അഡീഷണൽ ഡയറക്ടർ ജനറൽമാർ, മൊത്തം 6 മെമ്പേഴ്സ്. ഡയറക്ടർ ജനറലും 5 അഡീഷണൽ ഡയറക്ടർ ജനറൽമാരും അടക്കം 6 മെമ്പേഴ്സ് ആണുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സർദാർ പട്ടേൽ ഭവൻ, ന്യൂഡൽഹി. CSOയുടെ വ്യവസായ ശാഖ കൊൽക്കത്തയിലാണ്. കമ്പ്യൂട്ടർ കേന്ദ്രം ഡൽഹിയിലെ RK പുരത്ത്. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് സർദാർ പട്ടേൽ ഭവൻ, ന്യൂഡൽഹിയിൽ. CSOയുടെ വ്യവസായ ശാഖ കൊൽക്കത്തയിലാണ്. കമ്പ്യൂട്ടർ കേന്ദ്രം ഡൽഹിയിലെ RK പുരത്ത്. ദേശീയ സാമ്പിൾ സർവേ കാര്യാലയം, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് 1950 സ്ഥാപിതമായത്. ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലെ ദേശീയ സാമ്പിൾ സർവേ സംഘടനയാണ് ഇന്ന് ദേശീയ സാമ്പിൾ സർവേ കാര്യാലയം എന്നറിയപ്പെടുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലെ ദേശീയ സാമ്പിൾ സർവേ സംഘടനയാണ് ഇന്ന് ദേശീയ സാമ്പിൾ സർവേ കാര്യാലയം എന്നറിയപ്പെടുന്നത്. സാമൂഹിക സാമ്പത്തിക സർവേകൾ കൃത്യമായി നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയാണിത്. ഏത്? NSSO എന്ന് പറയുന്നത്, ദേശീയ സാമ്പിൾ സർവേ കാര്യാലയം. സാമൂഹിക സാമ്പത്തിക സർവേകൾ കൃത്യമായും നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടന. NSSOക്ക് 4 വിഭാഗങ്ങളുണ്ട്. SDRD, സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ. FOD, ഫീൽഡ് ഓപ്പറേഷൻസ് ഡിവിഷൻ. DPD, ഡാറ്റ പ്രോസസ്സിംഗ് ഡിവിഷൻ. CPD, കോഓർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ. ഇതൊക്കെ NSSOന്റെ 4 വിഭാഗങ്ങളാണ്. പദ്ധതി നിർവഹണ വിഭാഗം, പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. 20 ദിന പരിപാടി, അടിസ്ഥാന സൗകര്യങ്ങളുടെയും പദ്ധതികളുടെയും നിരീക്ഷണം, MP-മാരുടെ പ്രാദേശിക വികസന പദ്ധതി. ഇതാണ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷനിൽ പെടുന്നത്. ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. പ്രൊഫസർ പ്രശാന്ത് ചന്ദ്ര മഹൽനോബിസ് സ്ഥാപിച്ച ഒരു ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമാണ് ISI. ചിലപ്പോൾ നമുക്ക് ചോദിക്കാം, മഹൽനോബിസ് ആരാണ്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവാണ്. PC മഹൽനോബിസ് സ്ഥാപിച്ച സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? ISI. അല്ലെങ്കിൽ ISI ആര് സ്ഥാപിച്ചതാണ്? PC ചന്ദ്ര മഹൽനോബിസ്. ഓക്കെ, PC മഹൽനോബിസ്, പ്രശാന്ത് ചന്ദ്ര മഹൽനോബിസ് ആണ് സ്ഥാപിച്ചത്. സ്ഥാപിതമായത് 1931 ഡിസംബർ 17-നാണ്. 1931 ഡിസംബർ 17-നാണ്. അതിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കൊൽക്കത്തയിലാണ്. ISI പ്രസിദ്ധീകരിക്കുന്ന ഒരു ജേണലാണ് സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ പോയിന്റുകളും ഓർത്തിരിക്കുക. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവായ പ്രൊഫസർ PC മഹൽനോബിസിന്റെ ജന്മദിനമായ ജൂൺ 29-ന് ഭാരത സർക്കാർ എല്ലാ വർഷവും ദേശീയ സാംഖ്യിക ദിനമായി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയി ആഘോഷിക്കുന്നു. എന്നാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ? ജൂൺ 29-ന്. ആരുടെ ജന്മദിനമാണ്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവായ പ്രൊഫസർ PC മഹൽനോബിസിന്റെ ജന്മദിനമായ ജൂൺ 29-ന് ഭാരത സർക്കാർ എല്ലാ വർഷവും ദേശീയ സാംഖ്യിക ദിനമായി ആചരിക്കുന്നു. അപ്പൊ ജൂൺ 29 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. ഓക്കെ, മഹൽനോബിസിന്റെ ജന്മദിനമാണെന്ന്. സാമ്പത്തിക സാംഖ്യിക വകുപ്പ്, കേരളം. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ്, കേരളം. ഈ വകുപ്പ് സംസ്ഥാനത്തിന്റെ സാംഖ്യിക വ്യവസ്ഥയുടെ നാഡീകേന്ദ്രമാണ്. ഡയറക്ടറാണ് ഇതിന്റെ തലവൻ. ഡയറക്ടറെ കൂടാതെ 14 ജില്ലാതല ഓഫീസറും 1 അതിലധികമോ അഡീഷണൽ ജില്ലാ ഓഫീസർമാരും, ഒരു വില നിലവാര സൂപ്പർവൈസറും, 2 ഗവേഷക ഓഫീസർമാരും ഉണ്ട്. ഓക്കെ,
ഇനി താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്, ഇത് കേരളമാണ്. ഇനി താലൂക്ക് സംസ്ഥാനത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാര്യാലയമാണിത്. അപ്പൊ സംസ്ഥാനത്തെ ഏറ്റവും താഴെ തട്ടിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കാര്യാലയം ഏതാണ്? താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസാണ്. 61 താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസുകൾ നിലവിലുണ്ട്. എത്ര ഉണ്ട്? 61 താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസുകളാണ് നിലവിലുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തിയറി പാർട്ടിൽ പറയുന്നത്. അപ്പോൾ ഓരോ പോയിന്റുകളും എന്തൊക്കെയാണെന്നുള്ളത് നന്നായിട്ടൊന്ന് നോക്കി വെക്കുക. ഓക്കെ, തിയറി ആണെന്ന് പറഞ്ഞ് വെറുതെ വിടരുത്. ചിലപ്പോൾ അവിടെ നിന്ന് എങ്ങാനും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ കഴിയണം. അപ്പോൾ ഓരോ പോയിന്റുകളും എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കുക, എഴുതി വെക്കുക, പഠിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.